ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പ്ലാസ്റ്റിക് കൂടുകളൊക്കെ ഒതുക്കി വയ്ക്കാൻ പറ്റുന്ന ഈ ബാഗ് തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. അതിന് നല്ല പൈസ ചിലവുണ്ട്. അതായത് ഒരു 300-350 രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിൽ തന്നെ അധികം പൈസയൊന്നും ചിലവില്ലാതെ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഒരു തുണി വേണം. തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഫുൾ കൈ ടീഷർട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫുൾ കൈ ടീഷർട്ട് എടുക്കുക. ഇല്ലെങ്കിൽ ട്രാക്ക് സൂട്ട് പാൻറ്റില്ലേ, അങ്ങനത്തെ പാൻറ്റ് ആയാലും എടുത്താൽ മതി. അപ്പോൾ ഈ ട്രാക്ക് സൂട്ട് പാൻറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ മുറിച്ചെടുക്കണം. ഇതിൻ്റെ കാലിൻ്റെ ഭാഗം അതായത് ഏതാണ്ട് ഒരു മീറ്ററൊക്കെ മതിയാവും. 1 മീറ്റർ തന്നെ വേണമെന്നില്ല, ഒരു 1/2 മീറ്റർ നീളത്തിൽ നമുക്കിത് മുറിച്ചെടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഫുൾ കൈ ടീഷർട്ടാണെങ്കിൽ അതിൻ്റെ ആ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ തയ്യാറാക്കിയ ഒരു തുണിയാണ് നമുക്ക് ആവശ്യം. അപ്പം പിന്നെ വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ വെറും 15 രൂപ കൊടുത്തതിന് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതാണ് നമ്മൾ ആകെ പുറത്തുനിന്ന് വാങ്ങുന്ന സാധനം. പിന്നെ ഈ അലാസ്റ്റിക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുക. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അതെടുക്കുക ചെയ്തത്. പിന്നെ ഒരു പിന്ന്, ഈ അലാസ്റ്റിക് കയറ്റാൻ വേണ്ട ഒരു പിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് തയ്യാറാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ടീഷർട്ട്, വേറെ ടീഷർട്ടാണ് എടുത്തത്. അങ്ങനത്തെ ഒരു ടീഷർട്ട് ഞാൻ കട്ട് ചെയ്ത് സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണിത്. കണ്ടോ, 2 ഭാഗമുണ്ട്. താഴത്തെ ഭാഗം ഒരു അടിപ്പുണ്ട്. ആ അടിപ്പ് ഞാൻ ചെറുതായിട്ട് അതിൻ്റെ ആ ഇൻ്റർലോക്ക് വരുന്ന ഭാഗം ഒന്ന് വെടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടും. പിന്നെ ഒരു വൈഡനായിട്ടുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ ഭാഗം വേണമെങ്കിൽ മടക്കി തയ്ച്ചു കൊടുക്കാം, അതും അല്ലെങ്കിൽ മടക്കി തുന്നി കൊടുക്കാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക് ഗ്ലൂ വാങ്ങിയിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണെങ്കിൽ തുന്നാനും മറ്റ് അടിക്കാനുള്ള സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഇത് ഒട്ടിച്ചെടുക്കാൻ പറ്റും. കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ, കോട്ടൺ തുണിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. ഇത് ഇത്തിരി പാടാണ് ഒട്ടിക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് ബനിയൻ്റെ തുണിയാണ്, ബനിയൻ സ്റ്റഫ് ആയതുകൊണ്ട് ഇത് ഒട്ടിക്കാനായിട്ട് ഇത്തിരി പാടാം. എന്നാലും നമുക്ക് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് പയ്യെ ഒട്ടിച്ചെടുക്കാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പയ്യെ ഇത് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചെടുത്തില്ലെങ്കിൽ നമുക്കിത് ഓപ്പണായിട്ട് വിടാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര വൃത്തി ഉണ്ടാവില്ലേ കാണാനായിട്ട്. ഇത് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ ഇതിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് ഒട്ടിച്ചെടുത്തതിന് ശേഷം മൊത്തത്തിൽ നന്നായിട്ട് നമുക്കൊന്ന് അമർത്തി കൊടുക്കാം. അമർത്തി കൊടുത്തിട്ട് ഇത് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇനി വേറൊരു ട്രിക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്ന് അയൺ ബോക്സ് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുകയാണെങ്കിൽ ഈ ഫാബ്രിക് ഗ്ലൂ ഒക്കെ നന്നായിട്ട് ഉരുകി ആ തുണിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്ത ഭാഗം നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കിതൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടോ, ഞാൻ നന്നായിട്ട് തേച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗമില്ലേ, നമ്മൾ നേരത്തെ കാണിച്ച ആ ഓപ്പണായിട്ട് വിടിച്ചെടുത്ത ഭാഗം, ആ ഭാഗത്തൂടെ നമുക്ക് അലാസ്റ്റിക് കയറ്റി കൊടുക്കാം. അലാസ്റ്റിക്കിൻ്റെ ആ വള്ളി ഒരു പിന്നിൽ ഞാൻ കോർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് കയറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കൂട്ടി കെട്ടണം. ഈ ഭാഗത്തൂടെയാണ് നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു 2-3 വിരലിൻ്റെ ഉള്ളിൽ കയറാവുന്ന ആ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടണം. അപ്പം അങ്ങനെ ഞാൻ എന്താ ഇപ്പോൾ അലാസ്റ്റിക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാം. അപ്പം ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലാസ്റ്റിക് ആയതുകൊണ്ട് നന്നായിട്ട് ലൂസായിരിക്കും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടി കൊടുക്കാം. കണ്ടോ, അപ്പം ഇത്രയും ഒരു ഗ്യാപ്പിൽ നമുക്കിത് കെട്ടാം. ഇനി നമ്മുടെ ആ എക്സസ് ആയിട്ടുള്ള ഭാഗമില്ലേ, കുറച്ച് ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുമല്ലോ കെട്ടിയതിന് ശേഷം, ആ ഭാഗം നമുക്കൊന്ന് ഒരു കത്രിക വെച്ചിട്ട് മുറിച്ച് മാറ്റാം. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ടിരിക്കും. ഇങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ, പക്ഷേ നമുക്കിതൊരു വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇനി ഒരു വള്ളി എടുത്തിട്ട് ഈ തുണി വെച്ചിട്ട് തന്നെ ഒരു വള്ളി ഉണ്ടാക്കുക. ഒരു ചെറിയ വള്ളി, അതായത് ഇതുപോലത്തെ ഒരു വള്ളി ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ തുന്നി കൊടുത്താലും മതി, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റാപ്ലർ പിന്ന് വെച്ചിട്ട് ഒന്ന് അടിക്കുകയാണ് ചെയ്തത്. ഞാൻ തുന്നിയൊന്നുമില്ല, ജസ്റ്റ് ഇത് ഒട്ടിച്ചു കൊടുത്ത ശേഷം സ്റ്റാപ്ലർ വെച്ച് ആ ഒട്ടിച്ച ഭാഗം ഒന്ന് അടിച്ചു കൊടുത്തു. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് എവിടെയാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്ന് കൊളുത്തിയിടാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് വെറും 15 രൂപയാണ് ഞാൻ ഈ ബാഗ് തയ്യാറാക്കാനായിട്ട് ചിലവഴിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബാഗ് തയ്യാറാക്കാം. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പൈസയാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ഇനി ഇതിൻ്റെ വൈഡനായിട്ടുള്ള ഭാഗത്ത് നമുക്ക് പ്ലാസ്റ്റിക് കൂടുകൾ നിറച്ച് കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കൂടുകളൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മടക്കിയൊന്നും ഇട്ട് കൊടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. നമ്മളുടെ കയ്യിൽ എങ്ങനെ കിട്ടുന്നോ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. മടക്കാനും തിരിക്കാനും പിടിക്കാനൊന്നും സമയമൊന്നും കളയേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. കണ്ടോ, വളരെ സിമ്പിളല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ അടിയിലത്തെ ഭാഗമില്ലേ, നമ്മൾ അലാസ്റ്റിക് വെച്ച് കെട്ടിയ ഭാഗം, അതിൽ കൂടെ നമുക്ക് പ്ലാസ്റ്റിക് കവറുകൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പ്ലാസ്റ്റിക് കൂടുകളൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് അറേഞ്ചായിട്ട് തിരുന്നോളും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അധികം ചിലവൊന്നുമില്ല ഈ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഡിസ്പെൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും